ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. എന്തിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നതിന് ആദ്യം നമുക്ക് വേണ്ടത് ചെറിയൊരു തേങ്ങാക്കൂട്ടും ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. കൂടെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി അല്ലിയാണ്. ചെറിയ വെളുത്തുള്ളിയിൽ ഒരു 6-7 വെളുത്തുള്ളി അല്ലി എടുക്കാം. അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 വെളുത്തുള്ളി അല്ലി വരെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരൽപ്പം കറിവേപ്പിലയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത്, വെള്ളമൊന്നും ചേർക്കാതെ ചെറിയ രീതിക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നാൽ ഇതുപോലെ ചെറിയ രീതിക്ക് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാവുന്നതാണ്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നിലക്കടലയും കൂടിയാണ്. വറുത്തതോ വറുക്കാത്തതോ ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ കപ്പലണ്ടിയും ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ട് വീണ്ടും ഒന്ന് വറുത്ത് കൊടുക്കാം. ചെറിയ രീതിക്ക് നമ്മുടെ ഈ കപ്പലണ്ടിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടി വീണ്ടും ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് തേങ്ങാക്കൂട്ടും ചേർത്തിട്ട് വീണ്ടും ലൈറ്റായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ തേങ്ങയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിരിക്കാം, ഹൈയിൽ വെക്കണ്ട. കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വരെ ഞാനിതൊന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. മീഡിയം സൈസ് ഉരുളക്കിഴങ്ങിൽ ഒരു 3 ഉരുളക്കിഴങ്ങാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതിയാവും. വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചിരുന്ന സമയത്ത് ഒരു അല്പം ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും കുറച്ചും കൂടി ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ്, അതിൻ്റെ പേരിൽ ഒരുപാട് ഇളക്കരുത്, എങ്കിൽ പിന്നെ ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോകും. ലൈറ്റായിട്ട് നമ്മുടെ ഈ മസാലകളെല്ലാം ഉരുളക്കിഴങ്ങിൽ കോട്ട് ചെയ്യുന്ന രീതിക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. എന്നാൽ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ മസാല കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഒരല്പം മാത്രം വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുറഞ്ഞ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ടാവും. അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ ഒരു പൊട്ടറ്റോ ഫ്രൈ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.